ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ മിക്കയിടത്തും എവിടെ വിളിച്ചു കഴിഞ്ഞാലും പനി, ജലദോഷം, ചുമ അങ്ങനെയൊക്കെ കേൾക്കാം. അപ്പോൾ കൊച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു രസം റൈസിൻ്റെ റെസിപ്പിയാണിന്ന്. ഇത് പണ്ട് തൊട്ട് മിക്ക വീടുകളിലും ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്ന് പനിയും ജലദോഷവും ചുമയും ഒക്കെ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 4-5 മീഡിയം വലിപ്പത്തിലുള്ള വെളുത്തുള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തു. ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും ക്യുമിൻ സീഡ്സും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയിൽ അടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് പച്ചരിയും 1/4 കപ്പ് തുമരപ്പരിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ മസൂർ ദാലോ കൂടെ എടുത്തിട്ട് രണ്ടും ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് അതിലെ വെള്ളം ഒന്ന് ഊറാനായിട്ട് വെക്കണേ. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പ്രഷർ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പ്രഷർ കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയോ ഗീയോ ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ ആ ചതച്ചതില്ലേ മിക്സി ജാറിൽ ആ ചതച്ചും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് 2 പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണ് രസം പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചവ മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടില്ലേ അരിയും പരിപ്പും കൂടെ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പ്രത്യേകിച്ച് ഇതുപോലുള്ള വീഡിയോസൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതല്ലേ. അതുപോലെ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് നല്ലൊരു കർക്കിടക കാപ്പിയുടെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു. അതും കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഇതൊക്കെ ഈ സമയത്ത് വളരെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളല്ലേ. ഈ രസം റൈസ് ആണെന്നുണ്ടെങ്കിലും കർക്കിടക കാപ്പിയിലാണെന്നുണ്ടെങ്കിലും ചേർത്തിരിക്കുന്ന ഓരോ ചേരുവകളും മരുന്നിന് തുല്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടാതിരിക്കത്തില്ല. ഇപ്പം ഞാൻ 1/2 കപ്പ് അരിയും 1/4 കപ്പ് പരിപ്പിനും കൂടെ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. തിളച്ച വെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളം കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഇളക്കി ഉപ്പ് വേണമെന്നുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ശരിക്കും ഇപ്പോൾ ഇതുപോലെയല്ല ഇരിക്കേണ്ടത്, കുറച്ചുകൂടെ വെള്ളമായിട്ടാണ് ഈ തുറക്കുമ്പോൾ ഉടനെ ഇരിക്കേണ്ടത്. കാരണം ഇത് പുതിയ പ്രഷർ കുക്കർ ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടി ഇടുകയാണേ. നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ എനിക്കിഷ്ടം കുറച്ചുകൂടി ഇങ്ങനെ ഒന്ന് ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. രണ്ടാമത് വെള്ളം ചേർക്കുന്നതായതുകൊണ്ട് തന്നെ തിളപ്പിച്ച 1/2 കപ്പ് വെള്ളം കൂടെയാണ് ഞാൻ ചേർത്തത്. ഇപ്പോൾ ദേ ഒരു 1.5 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഇപ്പോൾ ചേർക്കേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ, കായപ്പൊടി ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ക്യാമറയിൽ കിട്ടാതെ പോയ ഒരു കാര്യമുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടെ പിഴിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടതാണ് കേട്ടോ. ക്യാമറ ഓഫായി പോയത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടെ പിഴിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 പപ്പടവും കൂടെ അങ്ങോട്ട് കാച്ചിട്ട് നല്ല ചൂട് വാഴയിലോട്ട് ആ ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് പപ്പടവും കൂടെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ നമ്മളുടെ വയറിനും സുഖം, മനസ്സിനും സുഖം, അസുഖങ്ങളും പമ്പ കിടക്കും. അപ്പം നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്നും കൂടെ അറിയിക്കണം കേട്ടോ. പ്രയോജനപ്പെടാതിരിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്